കോട്ടയത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ വീട് ക്ലീനിങ് പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സമയത്തിൻ്റെ പ്രശ്നം, മറ്റ് പല അംഗങ്ങളുടെ അഭാവം, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മറ്റു പലതിനും നമുക്ക് പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ പോയിട്ടുള്ളപ്പോൾ ഈ വീട് ക്ലീനിങ് അതേപോലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ഗ്രൂപ്പുകളെയും സംഘടനകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണ്ടേ? ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അതിന് തയ്യാറായി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരുപാട് സംഘടനകളുണ്ട്. എൻ്റെ സ്വന്തം കോട്ടയത്ത് അത് ഉണ്ടാവുന്നില്ലേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു പുതിയ ഗ്രൂപ്പ് അമിഗോസ്, അവർ വയർക്കുന്നതാണ് അതിൻ്റെ മൂലകേന്ദ്രം. ഒരു രസം, നല്ലൊരു കഥ വായിക്കുന്ന പോലെ അവരുടെ കഥ വായിക്കാൻ പറ്റും. ഒന്നിച്ച് വളരെ ചെറിയ ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചു വന്ന 2-3 ചെറുപ്പക്കാർ, അവർ എല്ലാ കാര്യങ്ങളിലും അവർ ഒരുപോലെയായിരുന്നു. ഒന്നിച്ച് അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. ഒരു ടീമായിട്ട് 2-3 പേര് ഒരേ മനസ്സോടെ ഒരേ ശരീരമായിട്ട് നിന്ന് വർക്ക് ചെയ്ത് അവസാനം അവർ പലതും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ക്ലീനിങ്, അത് വീട് മാത്രമല്ല, അവർ എന്ത് ക്ലീൻ ചെയ്യണോ അതിനെല്ലാ ആധുനിക ഉപകരണങ്ങളും വാങ്ങി വളരെ ശാസ്ത്രീയമായിട്ട്. ഞാനത് അവരെ പരിചയപ്പെട്ട കാലം മുതലേ എനിക്ക് അവരോട് ഒരുതരം ആരാധനയാണ്. എൻ്റെ മക്കളുടെ പ്രായമുള്ളൂ. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ എൻ്റെ കോട്ടയത്തെ 2 വീടുകൾ, ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തിലുള്ള 2 വീട്ടിലേക്ക് അവിടേക്ക് കൊണ്ടുപോകുന്നു. റിസോർട്ടിലും എല്ലാം അവരെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഐ എം സോ സാറ്റിസ്ഫൈഡ്. ഞാൻ വളരെ തൃപ്തികരമായി, എനിക്ക് വളരെ തൃപ്തിയായി. അവരെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും എനിക്ക് മതിയാവില്ല. ഇത്ര അർപ്പണ ബുദ്ധിയോടെ, ഇങ്ങനെ ഏത് തൊഴിലാവട്ടെ സ്വന്തം തൊഴിലിനോട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതും പ്രത്യേകിച്ച് ഇതിൻ്റെ നടത്തിപ്പുകാർ, അവർ 3 പേരും വളരെ ഹൈലി എഡ്യൂക്കേറ്റഡാണ്. അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അവർ സ്റ്റാഫായിട്ടും ഒക്കെ ചേർത്താണ് ഈ അമിഗോസ് ഗ്രൂപ്പ്. കോട്ടയത്തെ അയർക്കുന്നത്താണ് എൻ്റെ ഓഫീസ്. എന്തായാലും ഈ കുട്ടികളെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സമൂഹത്തിന് ഒരു വലിയ ഗുണമായിരുന്നു. മറ്റു സന്നദ്ധ സംഘടനകൾ പോലെ തന്നെ. അതും അങ്ങനെ വലിയ അമിതമായ ഫീസൊന്നും ആർജിച്ചുകൊണ്ടല്ല, അവരുടെ ചെലവിനുള്ള, നമ്മളൊരു ഇതിൽ പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ അവർ വാങ്ങുന്നുള്ളൂ. 8-10 പേര് വന്നിട്ട് അവർക്കൊരു ദിവസത്തേക്കുള്ള അധ്വാനത്തിൻ്റെ ഫലം പോലും ഉണ്ടാവുന്നുണ്ടോ എന്നെനിക്ക് സംശയം. എന്നിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഡെഡിക്കേഷനാണ് അവരുടെ വളർച്ചയുടെ രഹസ്യം. എല്ലാ നന്മകളും ഞാൻ ഇവർക്ക് വേണ്ടി നേരിടാൻ ജഗദീശ്വരൻ മുമ്പാകെ പ്രാർത്ഥിക്കുക.